കഴിഞ്ഞ ഷോർട്സിൽ മുത്തങ്ങ എത്തിയവരായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ വീഡിയോയിൽ എല്ലാം കൂടെ ഇടാത്തത് അത്രയും ലോങ് ആയാലും നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മുത്തങ്ങ എത്തിയിട്ട് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സ്പോട്ട് ചെയ്യാമെന്നാണ്. പക്ഷെ ഒന്നിനെയും കണ്ടില്ല കേട്ടോ. നമ്മൾ പൊതുവേ കാണുന്ന മാനിനെ പോലും അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുത്തങ്ങയെന്നൊക്കെ ഇറങ്ങി നമ്മൾ ഈ സൺഫ്ലവർ ഉള്ള ഐ തിങ്ക് ഇവിടെ ഗുണ്ടൽപേട്ട് എന്നാണ് പറയാന്ന്. അങ്ങനെ അവിടെ എത്തി കുറേ സൺഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാന്നുള്ളത്. പിന്നെ അവിടുന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലാതെ പിന്നെ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ലേസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് അതും ഇങ്ങനെ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഒരു ആശ്വാസം. മൈസൂർ എത്താനപ്പോൾ നമ്മൾ വിചാരിച്ചു കാറൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യാന്നുള്ളത്. കാരണം നല്ല ചളി ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് മഴ ഉണ്ടാവുന്നതാണ്. അങ്ങനെ വാഷ് ചെയ്യാൻ കയറിയപ്പോൾ ഒരവസ്ഥയാണിത്. ഇതിൻ്റെ ഒരു തുള്ളി കാറിൽ വിൽക്കുമ്പോഴും ആളുടെ ഹൃദയം അങ്ങോട്ട് പൊട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതല്ലാതെ വേറെ വഴിയില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതന്നെ നമ്മൾ എങ്ങനെയോ മാപ്പ് ഇട്ടൊക്കെ കണ്ടുപിടിച്ചാണ്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ മൈസൂർ എത്തി. ഇതിനിടയിൽ ഒരു പെട്രോൾ പമ്പിലൊക്കെ നിർത്തി നമ്മൾ അവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാനും റെസ്റ്റ് എടുക്കായിരുന്നല്ലോ. അതിന് നമ്മൾ വിചാരിച്ചു സൂവിലേക്ക് പോകാമെന്നുള്ളത്. കാരണം ഇതിപ്പം കുറേ ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂവിൽ പോകുമ്പോൾ ആൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്നുള്ളത്. ഒരു 3 years ബാക്ക് നമ്മൾ മൈസൂർ വന്നപ്പം പാർക്കിംഗ് ആയിരുന്നു സൂവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടായി തോന്നിയത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. അടുത്ത് തന്നെ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇവനാരും പരിഷ്കാരിയോ നാട്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് സ്പെക്സ് ഇടുമെന്ന് ചോദിച്ചാൽ തീരെ സമ്മതിക്കാത്ത ആളാണ്. ഇവിടുന്ന് സ്പെക്സ് ഇട്ടാണ് ആൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ മൃഗങ്ങളെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ മൃഗങ്ങളെ കാണാനായിരുന്നില്ല താല്പര്യം. ഇവൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവൻ എത്രത്തോളം എക്സൈറ്റ്മെൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി. ഇവന് കുറച്ച് ആനിമൽസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴുള്ളതാ ഇതുപോലത്തെ എക്സ്പ്രഷനാണ് എനിക്ക് കാണേണ്ടിയിരുന്നത്. അങ്ങനെ ടൈഗർ, ലയൺ, സീബ്ര, ആനനെയൊക്കെ കണ്ടപ്പോൾ ആൾ അത്രയ്ക്കും എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഹിപ്പോ, മാന് അങ്ങനത്തെ ഒക്കെ കണ്ടു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നടന്നിട്ട് നമ്മൾ ഊപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെയുള്ളൊരു ചിന്ത എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നായിരുന്നു. അപ്പോൾ അടുത്ത പാട്ടിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്.